ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ ഒറിജിനൽ പച്ചപ്പട്ടാണി, ഉണക്കാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോഴിക്കോട് ബീച്ച് സ്പെഷ്യൽ ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കുകയാണ്. നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. ഗ്രീൻ പീസ് വാങ്ങി ഇത് മുളപ്പിച്ചെടുത്തതാണ്. ഇത് കുക്കറിലിട്ടൊന്ന് വേവിക്കണം. അതിന് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കടല വെന്തിട്ടുണ്ട്. അപ്പോൾ കടല നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് മല്ലിച്ചപ്പ്, ക്യാപ്സിക്കൻ, ഓണിയൻ, ടൊമാറ്റോ, കറിവേപ്പില, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇത് 4 മുട്ടയാണ് ഒഴിക്കുന്നത്. 1 കിലോ ഗ്രീൻ പീസ് ഇപ്പോൾ 4 മുട്ടയാണ്. രീതിയിൽ കടന്നതിനായിട്ട് ചിക്കി കൊടുക്കണം. അതായി വന്നപ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് തൂക്കി കൊടുക്കാം. ഗ്രീൻ പീസ് മുട്ട മസാല ഇത് അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിൻ്റെ സാധനം കേട്ടോ, നല്ല രസമുണ്ട്. ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി സാധനമാണ് 4 മണിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ, നല്ല രസമുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ വിഭവമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്.